ഇതുപോലെ പഞ്ഞി പോലത്തെ സോഫ്റ്റായ ഇഡലിയിലോട്ട് അല്പം സാമ്പാറും ഒഴിച്ച രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഇന്നത്തെ ദിവസം സൂപ്പർ. അപ്പം നമ്മുടെ സൂപ്പർ സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് 2 ഗ്ലാസ് പച്ചരി. പച്ചരി എടുക്കുമ്പം അതേ ഗ്ലാസ്സിൽ തന്നെ 1/2 ഗ്ലാസ് ഉഴുന്നെടുക്കുക. ഉഴുന്നിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ഉലുവായും കൂടെ ചേർക്കാം നമുക്ക്. ഇത് ഓപ്ഷണലാണ്. ഇതുവരെയും ചേർക്കാത്തവരൊന്ന് ചേർത്ത് നോക്കുക. ഒരു ഡിഫറെൻറ്റ് ഫ്ലേവർ ആയിരിക്കും ഇഡ്ഡലിക്കും ദോശയ്ക്കും. സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയ ചവ്വരി, ഇതാണ് ഇഡലിയെ ഏറ്റവും ഭയങ്കര സോഫ്റ്റാക്കി മാറ്റുന്നത്. ഇതാണ് ആ വലിയ ചവ്വരിയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ഒരു 1/4 ഗ്ലാസ് ചവ്വരിയാണ് ഇതിന് വേണ്ടത്. ഇനി ഇതെല്ലാം പ്രത്യേകം കഴുകി കുതിർത്ത് വയ്ക്കാം. ഉഴുന്ന് കുതിർത്ത് വെച്ച വെള്ളം തന്നെ അരയ്ക്കാൻ ഉപയോഗിച്ചാൽ ഇഡലിയും ദോശയും കൂടുതൽ സോഫ്റ്റ് ആയിരിക്കും. ഇത് കഴുകി ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് 4 തൊട്ട് 6 മണിക്കൂർ വരെ കുതിരാനായിട്ട് വെക്കാം. ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇഡ്ഡലിക്കും ദോശയ്ക്കും അരയ്ക്കുമ്പം ഉഴുന്ന് സെപ്പറേറ്റ് ആയിട്ട് അരയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലോട്ട് അരിയും ചവ്വരിയും കൂടെ അരച്ചത് ചേർത്ത് യോജിപ്പിക്കാം. ആവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് 10 to 12 hours അല്ലെങ്കിൽ ഓവർനൈറ്റ് നമുക്കിത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കാം. നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബാറ്റർ ഇപ്പോൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. രാത്രി മുഴുവനും ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ച മാവാണിത്. ഇത് നല്ലതുപോലെ പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ട്. ഇതായിരിക്കണം നമ്മൾ ഇഡലി ഉണ്ടാക്കാനുള്ള മാവിൻ്റെ കൺസിസ്റ്റൻസി. ഇഡലി സ്റ്റീമറിലോട്ട് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാനായിട്ട് നമുക്ക് വെക്കാം. ഇഡലി തട്ടിലൊക്കെ സ്വല്പം നല്ലെണ്ണ തടവിയാൽ ഇഡലി വെന്ത് കഴിയുമ്പം അടർത്തിയെടുക്കാനായിട്ട് എളുപ്പമാണ്. ഇനി ഇഡ്ഡലി തട്ടിലോട്ട് നമുക്ക് മാവ് കോരി ഒഴിക്കാം. സ്റ്റീമറിലെ വെള്ളം നല്ലതുപോലെ തിളച്ചിരിക്കുകയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ഇഡ്ഡലി തട്ടുകൾ വെച്ച് അടച്ച് ഒരു 20 മിനിറ്റ്സ് സ്റ്റീം ചെയ്തെടുക്കാം. 20 മിനിറ്റ്സ് കഴിഞ്ഞു. ഇഡലി നല്ലതുപോലെ വെന്തിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് തട്ടിൽ നിന്ന് അടർത്തിയെടുക്കാം. ആദ്യം തന്നെ ഇച്ചിരി തണുത്ത വെള്ളം ഇതിലോട്ട് തളിക്കാം. ഇങ്ങനെ ചെയ്താൽ ഇഡലി എളുപ്പത്തിൽ അടർത്തിയെടുക്കാൻ സാധിക്കും. നല്ല സോഫ്റ്റായ പഞ്ഞി പോലത്തെ ഇഡലിയാണത്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ചൂട് സാമ്പാർ ഒഴിച്ചൊരു പിടി പിടിച്ചാൽ ഇന്നത്തെ ദിവസം കുശാൽ.